ഹായ് ഫ്രണ്ട്സ്, ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തിരിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കയറണമായിരുന്നു. അപ്പം ഏകദേശം ഇപ്പോൾ ഉച്ച അടുപ്പിച്ചായിട്ടുണ്ട്, 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ട്രെയിനിൻ്റെ ടിക്കറ്റ് കൺഫേം ആവുന്നെങ്കിൽ നമ്മൾ പറശ്ശിനിക്കടവിൽ കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മളുടെ ടിക്കറ്റ് കൺഫേം ആയി. അപ്പം നമ്മളിനി വിചാരിച്ചു പറശ്ശിനിക്കടവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കൊന്ന് പോവുക എന്നുള്ളത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് 20 കിലോമീറ്റർ ആണുള്ളത്. എപ്പോഴും ബസ്സുണ്ട്. നമുക്ക് ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം. നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരു നദി ക്രോസ് ചെയ്തില്ലേ, അപ്പം അത് വളപട്ടണം നദിയാണ് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് കേട്ടോ ആ ഒരു പേരായിട്ട് വരുന്നത്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തീയ സമുദായത്തിൻ്റെ അധീനതയിലാണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പരമശിവനെ വലിയ മുത്തപ്പനായും മഹാവിഷ്ണുവിനെ ചെറിയ മുത്തപ്പനായും തെയ്യം കെട്ടി ആടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ അറിയാം. തെയ്യക്കോലത്തിനോട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് പറയാം. അതായത് കാണാത്ത ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ കണ്ട് ഒരു ദൈവത്തിനോട് പറയുന്നത് പോലെ കേട്ടോ. ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരം കാണുന്നത് മുത്തപ്പൻ തന്നെയാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പറശ്ശിനിക്കടവ്. പ്രധാന ആരാധനാമൂർത്തിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കേരളത്തിലെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇവിടേക്ക് വരാറുണ്ട്. അപ്പം നമ്മളിതാ വന്നിരിക്കുന്നത് ശ്രീ മുത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്കാണ്. അപ്പം എന്താണ് ഫ്രണ്ട് ആ ഒരു ഭാഗം. അപ്പം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അമ്പലത്തിൽ ഏത് സമയത്തും തിരക്കുള്ളതാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പം നമ്മൾ അതുവഴി കയറിയിട്ട് നമ്മൾ ഇനി പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്കാണ്. അപ്പോൾ ഫ്രണ്ടിലാണ് വളപട്ടണം ആ ഒരു നദി ഒഴുകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഈ നദിയിൽ ഇറങ്ങി ജസ്റ്റ് കാലൊന്ന് കഴുകിയിട്ടാണ് കയറുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ വരാനായിട്ട് ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. അപ്പം അത് കണ്ണൂർ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ ബോട്ട് ചെട്ടി. അപ്പം അത് ഇങ്ങോട്ടത്തേക്കുള്ള ആ ഒരു സർവീസാണ് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇങ്ങോട്ടത്തേക്ക് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിലേക്കൊന്ന് കയറി. പക്ഷേ അമ്പലം തുറക്കുന്നത് ഏകദേശം 3-3:30 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊട്ടുപുരയിലേക്ക് പോയി ആഹാരം കഴിച്ചു കേട്ടോ. ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി കാണാവുന്ന ഒരുപാട് പ്രത്യേകതകളും നമുക്ക് ഈ ഒരു പറശ്ശിനിക്കടവ് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ വരുന്ന എല്ലാ ഭക്തരുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു നല്ല ആതിഥേയനാണ് കേട്ടോ നമ്മുടെ ശ്രീ മുത്തപ്പൻ. ഇവിടെ ഈ ഊട്ടുപുരയിൽ എല്ലാ സമയത്തും ഭക്ഷണമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൂർ ടൗണിൽ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറായിരുന്നത് തന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാതായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് വയറ് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മുത്തപ്പൻ അറിഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം നൽകി കേട്ടോ. അപ്പം ഏത് സമയത്ത് അവിടെ ഒരാൾ ചെന്നാലും അവർക്കവിടെ ഭക്ഷണമുണ്ട് പ്രസാദവുമുണ്ട് കേട്ടോ. അപ്പം അത്ര ഒരു നല്ല അന്നദാതാവാണ് കേട്ടോ നമ്മുടെ ശ്രീ മുത്തപ്പൻ. 365 ദിവസവും തെയ്യം കെട്ടി ആടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇവിടെ. ഇത് തനത് ദ്രാവിഡ ആരാധനാ രീതികളാണ് കേട്ടോ പിന്തുടരുന്നത്. ശിവനും വിഷ്ണുവുമാണ് കേട്ടോ പ്രധാന ആരാധനാ സങ്കല്പങ്ങൾ. ഉണക്കമീനും കള്ളുമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന നിവേദ്യം. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ഒരു അപൂർവ കാഴ്ച നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ കാണാനായിട്ട് കഴിയും. അത് ഇവിടെ ഇതിനകത്ത് ചുറ്റി നടക്കുന്ന നായ്ക്കളാണ് കേട്ടോ. നായ വാഹനമായിട്ടുള്ള ഭൈരവമൂർത്തി കൂടിയാണ് മുത്തപ്പൻ. മുത്തപ്പനെ എപ്പോഴും നായ അനുഗമിക്കും. അതുകൊണ്ട് തന്നെ നായ്ക്കളെ ആരും വിലക്കാറില്ല. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കോവിലിൽ തന്നെ നമുക്ക് ഒരുപാട് നായ്ക്കളുടെ ആ ഒരു ബിംബം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൈരവമൂർത്തിയുടെ വാഹനമായതുകൊണ്ടാണ് ഇത്തരം ഒരുപാട് നായ്ക്കുട്ടികളുടെ വിഗ്രഹം അവിടെ കാണപ്പെടുന്നത്. നായ്ക്കുട്ടികളെ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ള ഒരുപാട് പേർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും ബഹളത്തിനിടയിൽ ഇത്രയും ഭക്തരുടെ ഇടയിൽ ആ ഒരു കോവിലിന് ചുറ്റും ശാന്തമായി ഉറങ്ങുന്ന ഒരുപാട് നായ്ക്കുട്ടികളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ.
പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വിളക്കോ അല്ലെങ്കിൽ നായ്ക്കുട്ടികളുടെയൊക്കെ ആൾരൂപം ഒക്കെ നമുക്ക് അവിടെ നടയിൽ വാങ്ങിച്ച് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ മനസ്സിൽ എത്രയാണോ അതിന് തോന്നുന്ന ആ ഒരു തുക, അത് 10 രൂപയാണെങ്കിൽ 10 രൂപ നമ്മൾ ആ വിഗ്രഹത്തിനോടൊപ്പം നമ്മൾ ആ ഒരു കോവിലിൻ്റെ പടിയിൽ വെച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാനും നമ്മുടെ ചിക്കുനും കൂട്ടിക്കും നമ്മൾ ആഹാരം കൊടുക്കുന്ന എല്ലാവരെയും ഓർമ്മിച്ച് ഞാനും ഒരു നായ്ക്കുട്ടിയുടെ രൂപം അവിടെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അതായത് വലിയ വലിയ അമ്പലങ്ങളിലെ പോലെ അല്ല, നമ്മളുടെ പാവങ്ങളുടെ ആ ഒരു രീതിക്കും കൺസിഡർ ചെയ്തുകൊണ്ടാണ് കേട്ടോ മുത്തപ്പൻ്റെ അവിടുത്തെ ഓരോ നേർച്ചകളും കാര്യങ്ങളും. നമ്മൾ വലിയ നേർച്ചയൊക്കെ ഇടും, തുലാഭാരം തൂക്കാം, കരിക്ക് കൊണ്ട് ഞാൻ തുലാഭാരം തൂക്കാമെന്നൊക്കെ നമ്മൾ നേർന്നു കഴിഞ്ഞാലും നമ്മൾ മുത്തപ്പൻ്റെ അടുക്ക പോയി തുലാഭാരം തൂക്കാൻ പേടിക്കണ്ട. അവിടെ ഒരു കരിക്കും ബാക്കി കട്ടിയും വെച്ചാണ് നമ്മളവിടെ തൂക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ളൊരു ദക്ഷിണ മാത്രം അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ട് അതിശയപൂർവ്വമാണ് കേട്ടോ അവിടുന്ന് നമ്മൾ മടങ്ങുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ മണി ഏകദേശം 4 മണിയൊക്കെ ആയി കാണും. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ പ്രസാദം കൊടുക്കുകയാണ്. പ്രസാദം ആ സമയത്തല്ല, ഫുൾ ടൈം പ്രസാദം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം മുത്തപ്പൻ്റെ അടുക്ക വന്നിട്ട് തിരികെ പോകുന്നവർക്ക് മുത്തപ്പൻ ചായയും പയറും തേങ്ങയും കൂടെയുള്ള ആ ഒരു പ്രസാദം വിതരണം ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ചായയും കുടിച്ച് ആ പയറും ഒക്കെ തിന്ന് ആഹാ എന്ത് സമാധാനമായി, എന്ത് സന്തോഷമായി. നമുക്ക് ഇനിയും അവിടെ ചെല്ലാനുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ക്ഷേത്രം നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 4 മണിക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ 5:30 മണി തൊട്ട് മുത്തപ്പൻ കാണും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അത് കാണാനുള്ള ഭാഗ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ദിവസം പോവും മുത്തപ്പനെ കാണാനായിട്ട് മാത്രം. പിന്നെ ഈ മുത്തപ്പനെ നമുക്ക് എപ്പോഴും അങ്ങ് കാണാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ തെയ്യം കെട്ടില്ല കേട്ടോ. എല്ലാ വർഷവും തുലാം 1 മുതൽ വൃശ്ചികം 15 വരെയും ക്ഷേത്രത്തിലെ നിറദിവസം, മടപ്പുര കുടുംബത്തിൽ എന്തെങ്കിലും മരണം, അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ മുത്തപ്പൻ തെയ്യം കെട്ടാറില്ല കേട്ടോ. നമ്മളൊക്കെ പല അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും പൈസയുടെ ആ ഒരു പ്രഭാവം നിമിത്തം പല ക്ഷേത്രങ്ങളിൽ നമുക്ക് അവഗണന കിട്ടിയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ശാന്തിക്കാരൻ്റെ തട്ടത്തിലിടുന്ന ആ ഒരു നോട്ടിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചാണ് നമുക്ക് ചന്ദനം വരെ കിട്ടുന്നത്. ചിലപ്പോൾ കിട്ടാതെ തന്നെ ഇരിക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊന്നുമല്ലാത്ത ജനകീയമായ ഈ ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യമായാണ് എല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ അറിഞ്ഞും നിങ്ങളോട് പറഞ്ഞുമൊക്കെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മളിപ്പോൾ കണ്ണൂർ ടൗണിലെത്തി. കണ്ണൂരൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ. പിന്നെ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് റൂമിൽ ഞങ്ങൾ 30 രൂപ ചാർജിൽ നമ്മൾ കയറി ഫ്രഷപ്പൊക്കെ ആയി കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ട്രെയിൻ വരാറായപ്പോഴേക്കും നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു യാത്രയാണ് കേട്ടോ എനിക്കിത്. കവിത പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കുന്നതും തൽക്കാലം എടുക്കുന്നതും സീറ്റൊന്നും റിസർവേഷനൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഒരു ബൾക്ക് ക്യാൻസലൈസേഷന് ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് രാത്രിയിലത്തെ ടിക്കറ്റ് വരെ കൺഫേം ആയത്. അപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും നല്ലൊരു യാത്ര ഞങ്ങൾക്ക് മിസ്സായില്ല കേട്ടോ. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.